ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാനൊരു ഷെഡിൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഇവിടെ ഹൈഡ്രാഞ്ചി വിരിയുമ്പോൾ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഹൈഡ്രാഞ്ചിയിൽ പുതിയൊരു മുട്ട ഇട്ടിട്ടുണ്ട്. നല്ല മുല്ലമുട്ട് പോലെ ഉണ്ടല്ലേ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തെച്ചിയുടെ ഒക്കെ ഒരു ഉണ്ട തെച്ചി എന്ന് പറഞ്ഞാൽ അതുപോലെ ഇട്ടൊരു ഉണ്ടയായിട്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് മുട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മുടെ ഹൈഡ്രാഞ്ചി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി നല്ല രീതിയിൽ വിടരുക. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുറച്ച് മുട്ടുകളും കൂടി വിടരാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ പൂ കുറച്ചുകൂടി നല്ല ഉണ്ട പൂവായിട്ട് നല്ല വലുതാവേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. അന്ന് ഷെഡിന്റെ വീഡിയോ കാണിച്ചപ്പോൾ ഈ കളറൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അത് ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ടേ. ഇതാണ് ഇതിന്റെ ചെടി. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഒരു ചെടി അല്ല കേട്ടോ. അതാ ഒരാളൂടെ ഉണ്ടേ ഇവിടെ അടുത്ത് തന്നെ ആയിട്ട്. പക്ഷെ പൂവ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പൂവൊക്കെ ഇട്ട് ഒരു സീസൺ കഴിഞ്ഞിപ്പോൾ നിൽക്കുവാണേ. ഇനി പതുക്കെ പൂവിടും. നല്ല കട്ടിയാട്ടോ ഇതിന്റെ ഇല എന്ന് പറയുന്നത്, നല്ല കട്ടിയുണ്ടേ. അപ്പൊ ഗൈസ്, നമ്മളിത് നടേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കമ്പാട്ടോ നമ്മൾ നടേണ്ടത്. ഞാനിവിടെ ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടാണ്. ആ കമ്പാട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിത്തെടുത്ത് നല്ല രീതിയിൽ വട്ടം വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മുറിച്ച് നട്ടാട്ടോ വേറെയുള്ള ചെടികളൊക്കെ. അപ്പം നിങ്ങൾ ഇതുപോലൊരു കമ്പ് കൊണ്ട് നടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സീസണൊന്നും നോക്കാതെ തന്നെ നമുക്ക് പൂവൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ പൂവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.